നേരം വെളുക്കാൻ നേരത്ത് അപ്രത്യക്ഷമായി. പി രാമചന്ദ്രന്റെ ഒരു കവിതയിൽ ഇങ്ങനെയുണ്ട്. ഇന്നലെ രാത്രി ഉമ്മറത്ത് മറന്നു വെച്ച അല്ലെ ഇറയത്ത്, ഇറയെന്ന് പറയാറുണ്ട് നിങ്ങള്? ഇറയെന്ന് പറഞ്ഞാല് നമ്മള് കോലായി ഉമ്മറത്ത് ഇങ്ങനെ നമ്മൾ കയറുമ്പോ മുറ്റത്തുനിന്ന് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ എവിടെ എത്തുന്നത്? സിറ്റ് ഔട്ടിൽ എത്തുന്നത് അല്ലെ? സിറ്റ് ഔട്ടിൽ നിന്ന് സെൻട്രൽ ഹാളിലേക്ക്, സെൻട്രൽ ഹാളിൽ നിന്ന് ഡൈനിങ് ഹാൾ, ഡൈനിങ് ഹാളിൽ നിന്ന് ബെഡ്റൂം, ബെഡ്റൂമിൽ തന്നെ ബാത്റൂം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നേരെ കിച്ചൺ, പിന്നെ അതിന് തൊട്ടപ്പുറത്ത് വർക്ക് ഏരിയ, സ്റ്റോർ റൂം, സെൻട്രൽ ഹാളിലേക്ക് തിരിച്ചു വന്നാൽ സ്റ്റെയർ കേസ്, നേരെ കയറുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ. ഒരൊറ്റ വാക്ക്, ഒരൊറ്റ മുറി മലയാളത്തിൽ. അപ്പൊ അപ്പോഴാണ് നിങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ അറിയാം എന്ന് പറഞ്ഞു. അറിയാന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? വലിയ കാര്യമാണ്, പലർക്കും അറിയില്ല. എറയം എന്ന് പറഞ്ഞാൽ അറിയില്ല. എറയം, മാത്തറയം, പടിഞ്ഞാറ്റ, കൊട്ടലകം, മടുക്കള, ഇറ്റേണി, അട്ടം, അട്ടത്ത്, അട്ടം എന്നാ പറയാ. അങ്ങനെയൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായതല്ലോ. നമ്മുടെ മലയാളത്തിലെ സുന്ദരമായ പദങ്ങളാണിതെല്ലാം. അങ്ങിട്ടേ വീട്, അങ്ങിട്ടേ വീട് പറയല്ല. അങ്ങിട്ടേ വീട് എന്ന് പറഞ്ഞാല് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്. അങ്ങനെയൊക്കെ നമ്മളെ മനോഹരമായ പദങ്ങളെല്ലാം പടിയിറങ്ങിപ്പോയി. മനോഹരമായ പദങ്ങൾ പടിയിറങ്ങിപ്പോകുമ്പോ മലയാള മുത്തശ്ശി പടിയിറങ്ങിപ്പോകും. മലയാള മുത്തശ്ശി പടിയിറങ്ങിപ്പോകും. മണിത്തുമ്പ പൂക്കുത്തരി മുറത്തേലിട്ട് ഒഴിക്കുമ്പോ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, തുളസി വെറ്റില തൊട്ടടക്ക പുകല ചുണ്ണാമ്പ്, ചവചവയ്ക്കണ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, മൂളിപ്പാട്ട്, ചവചവയ്ക്കണ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, അറിഞ്ഞില്ലേ പണ്ടു ഞങ്ങൾ പൊന്നു മുത്തശ്ശി, കരഞ്ഞപ്പോ കണ്ണീർ മഴ പെയ്തു പോയെന്നേ. അറിഞ്ഞില്ലേ പണ്ടു ഞങ്ങൾ പൊന്നു മുത്തശ്ശി, ചിരിച്ചപ്പോ പോതിലാവല ചുരുളടിഞ്ഞെന്നേ. ചിരിച്ചപ്പോ പോതിലാവല ചുരുളടിഞ്ഞെന്നേ. മണിത്തുമ്പ പൂക്കുത്തരി മുറത്തിലിട്ട് ഒഴിക്കുമ്പോ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, തിരുവോണ കദളിവാഴ നിലവേ ആരോമൽ കുഞ്ഞുമക്കൾ സ്നേഹം കൊണ്ടേറു കരയും പാൽപായസവും വാത്സല്യം പപ്പടങ്ങൾ കോരി വാരി തന്നുരങ്ങ് ഓമനിക്കാരായി മണിത്തുമ്പ പൂക്കുത്തരി മുറത്തേലിട്ട് ഒഴിക്കുമ്പോ മുത്തശ്ശിക്കൊരു തുളസി വെറ്റില തൊട്ടടക്ക പുകല ചുണ്ണാമ്പ്, ചവചവയ്ക്കണ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, മൂളിപ്പാട്ട്, ചവചവയ്ക്കണ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, തേൻതുമ്പികളോടി വന്നേ മോദിക്കുന്നു, ഓണവില്ലുകളായി വന്നേ പിറവരം പൊലി പൊലിക്കും ഒന്നോണ കുഞ്ഞികളും കഥവരം
നമ്മുടെ സുന്ദരമായ മലയാളം, നമ്മുടെ സംസ്കാരം പടിയിറങ്ങിപ്പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാം ഈ പ്രിയപ്പെട്ട ഭാഷ, അല്ലെ? മറ്റുള്ള ഭാഷകൾ കേവലം ഭാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്യന്നു തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരും ശക്തിമത്താകിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ. നമ്മുടെ സ്വന്തം ഭാഷ, നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷ, നമ്മൾ പരാതി പറയുന്ന, പരിഭവിക്കുന്ന, സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്നതും അനിഷ്ടം കാണിക്കുന്നതും വെറുക്കുന്നതും ഒക്കെയുള്ള ഭാഷ, അല്ലെ? നമ്മൾ കളിക്കുമ്പോ, ചിരിക്കുമ്പോ, കരയുമ്പോ, സ്വപ്നം കാണുമ്പോ ഇംഗ്ലീഷില് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഭാഷ. ആ ഭാഷയെ മണ്ണിന്റെ മണമുള്ള മലയാള ഭാഷയ കണ്ണാളെ കണ്ണിൻ വെളിച്ചമാണ്. നിന്നിന്റെ പീയൂഷ ഭാരയായെന്നമ്മ തമ്മ മുലപ്പാൻ മധുരമാണ്. വാടാത്ത പൂവിന്റെ തേനാണ് ജീവിത സ്നേഹ സംഗീതത്തിൻ ധാരയാണ്. മലയാളം മാതൃഭാഷയാണ്. പൂനിലാവിന്റെ കുളിർമയാണ്. പാലാണ് തേനാണ് പൂനിലാവാണ്. മലയാളം ജീവന്റെ ജീവനാണ്. അഭിമാനപൂർവ്വം മലയാള ഭാഷയെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിടും ഞാൻ. മണ്ണിന്റെ മനമുള്ള മലയാള ഭാഷയെ കണ്ണാണ് കണ്ണിൻ വെളിച്ചമാണ്. കണ്ണാണ് കണ്ണിൻ വെളിച്ചമാണ്. എത്ര സുന്ദരം, എത്ര സുന്ദരം എന്റെ മലയാളം. കൊരുത്തൊരു സ്വർണ്ണമാലിക പോ. എത്ര സുന്ദരം, എത്ര സുന്ദരം എന്റെ മലയാളം. മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണനൂൽ പോയി. മണ്ണിൽ വീണു കൊരുത്തു നെന്മണി വിട്ടു മുള പൊട്ടി. മിന്നുമേരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിതച്ചവർ ഈണമായി വന്നു. അന്നു പാടിയ പാട്ടിയോ ഞാനാടി മലയാളം. പഞ്ചലും പുറമൊഴികളും കഥകൾ പലതോടി. നെഞ്ചടച്ചൊരു ഗുരുവളർത്തിയ കിളിമകൾ പാടി. ദേവദൈത്ര മനുഷ്യ മഹാചരിത്രങ്ങൾ വാക്കിയോട് പറഞ്ഞു മലയാളം. ഞാൻ എഴുതിയെന്നറിയോ?
ഈ കവിത എഴുതിയത്? അല്ലേ? പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വേഗം പോയി ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടോ സുന്ദരം ആരേതാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ സുന്ദരമായ മലയാള ഭാഷയെ മറക്കാൻ പറ്റുമോ? ഭാഷ നമ്മളോട് പറയില്ലേ, മലയാള ഭാഷ നമ്മളോട് പറയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി വീഴുന്നു കഷ്ടകാലത്തിൻ കയത്തിൽ, രക്ഷിച്ചിടേണ്ട കൈ കല്ലെടുക്കുമ്പോൾ, ശിക്ഷിച്ച് തൃപ്തരാകുമ്പോൾ, ഓമനത്തിങ്കൾ കിടാവ് ചോദിക്കുന്നു ഓണ മലയാളത്തെ എന്തു ചെയ്തോ, ഓണൽ മലയാളത്തെ നിങ്ങൾ എന്തു ചെയ്തു? ആരോടാ ചോദിക്കുന്നത്? മലയാളികളായ നമ്മളോട് അല്ലേ? ഈ ഭാഷയില്ലാതെ, ഈ ഭാഷയെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഈ ഭാഷ നാളെ മുതൽ മലയാളത്തിൽ ഒരു പുസ്തകം വായിക്കാൻ പാടില്ല, മലയാളത്തിൽ സ്വപ്നം കാണാൻ പാടില്ല.